ഹലോ നമസ്കാരം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് അകന്നു പോയിട്ടും ഉള്ളിൽ വരിഞ്ഞു മുറുകപ്പെടുന്ന സഹോദര ബന്ധത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. നവാഗതനായ ശരൺ വേണുഗോപാൽ തിരക്കഥയും സംവിധാനവും ഒരുക്കിയ ചിത്രത്തിൽ മലയാള സിനിമയിലെ 3 നെടുന്തൂണുകളായ സുരാജ് വെഞ്ഞാറമൂട്, ജോർജ്, അലൻസിയർ എന്നിവരുടെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയം. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൊയിലാണ്ടിയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള പുരാതനമായ തറവാട്ടിലെ അമ്മയാണ് നാരായണി. അമ്മ അത്യാസന്ന നിലയിലായതറിഞ്ഞിട്ട് നാട്ടിലും വിദേശത്തുമുള്ള 3 ആൺമക്കൾ ഒന്നിച്ച് വീട്ടിലെത്തുകയാണ്. കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനത്തുള്ള മൂത്ത മകൻ വിശ്വൻ, അമ്മയുടെ തുണയായി വീട്ടിലുള്ള രണ്ടാമവൻ സേതു, UK-യിൽ സ്ഥിരതാമസക്കാരനായ ഇളയ മകൻ ഭാസ്കരൻ. ഇവരാണ് നാരായണീൻ്റെ ആ 3 ആൺമക്കൾ. ഭാസ്കരൻ നഫീസയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെയാണ് വിദേശത്തേക്ക് ചേക്കേറുന്നത്. ഭാസ്കരൻ്റെയും നഫീസയുടെയും മകൻ മുതിർന്നതിന് ശേഷം ആദ്യമായാണ് അവരാ വീട്ടിലേക്ക് വരുന്നത്. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ കിടക്കുന്ന അമ്മയെ കണ്ട് ഭാസ്കരൻ ആകെ തളർന്നു പോവുകയാണ്. കാരണവരുടെ സ്ഥാനത്തുള്ള വിശ്വൻ ഭാസ്കരനോടുള്ള കുടുംബത്തിൻ്റെ ഇഷ്ടക്കേട് മറച്ചു വയ്ക്കുന്നില്ല. സേതുവിനാണെങ്കിലോ ഏറെക്കാലത്തിന് ശേഷം എല്ലാവരും ഒന്ന് കൂടിയതിൻ്റെ സന്തോഷമാണ്. ആദ്യമായി തറവാട്ടിലെത്തിയ ഭാസ്കരൻ്റെ മകൻ നിഖിലും മൂത്ത ജ്യേഷ്ഠൻ വിശ്വൻ്റെ മകൾ ആതിരയുമായി അവസാനം ഉറ്റ ചങ്ങാതിമാരാവുകയാണ്. വെന്റിലേറ്റർ മാറ്റി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരിക്കുമെന്ന് ഡോക്ടർ വിധിയെഴുതിയ അമ്മ പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിട പറയാത്തത് ആൺമക്കളെ പിന്നീട് ആകെ കുഴപ്പത്തിലാക്കി. ലീവ് തീർന്നു പോകാറായിട്ടും അമ്മ മരിച്ചില്ല. വീണ്ടും ഒന്നിച്ചു കൂടിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കൈമോശം വന്ന അവരുടെ ബന്ധം എങ്ങനെ മാറുന്നു എന്നതിലൂടെയാണ് കഥ പോകുന്നത്. കരുത്തുറ്റ അഭിനേതാക്കളുടെ സാന്നിധ്യമാണ് നാരായണീൻ്റെ 3 ആൺമക്കളെ ശ്രദ്ധേയമാക്കുന്നത്. 3 പേരുടെയും മത്സരിച്ചുള്ള അഭിനയം പ്രേക്ഷകനെ ഏറെ ആകർഷിക്കും. സുരാജിൻ്റെ ഭാര്യയായി ഷെല്ലി എൻ കുമാർ പതിവ് രീതിയിൽ തന്നെ മികവുറ്റ പ്രകടനവുമായി എത്തിയപ്പോൾ സജിത മഠത്തിലാണ് ഒരൽപ്പം കുശുമ്പുള്ള ജ്യേഷ്ഠത്തിയമ്മയായി അഭിനയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വിസ്മയമുണർത്തുന്ന പ്രകടനവുമായി നിഖിൽ, ആതിര എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച തോമസ്, മാത്യുവും ഗാർഗി അനന്തനുമാണ്. വളരെ കുറച്ച് താരങ്ങളെ ഉള്ളുവെങ്കിലും ഓരോരുത്തരുടെയും മികവുറ്റ അഭിനയമാണ് ചിത്രത്തെ സമ്പന്നമാക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.